പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഈ സമയം നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നമ്മുടെ തിരുവചനത്തിൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നമ്മുടെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയം ഞങ്ങൾ ചിന്തിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രതികൂലമായ സാഹചര്യങ്ങളും അവയോർത്തങ്ങയെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള വലിയ അഭിഷേക ശക്തി, സ്വർഗീയ ശക്തി, സ്വർഗീയ കൃപ ഇപ്പോൾ തന്നെ എല്ലാ ഹൃദയങ്ങളിലേക്കും അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഒരു പുതിയ സ്വർഗീയ അഭിഷേകം ഇപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് അഭിഷേകമായി വർഷിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ച് സഹായിക്കണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യങ്ങളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം എല്ലാവരും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള വർത്തമാനകാലത്തിൽ വരാനിരിക്കുന്ന കാലത്തിൽ അനേകം പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവരാണ്, കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ്, കടന്നു പോകുവാനിരിക്കുന്നവരാണ്. ഈ പ്രതികൂലമായ സാഹചര്യത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് ദൈവവചനത്തിൻ്റെ മുമ്പിൽ നാം ഇരിക്കുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ, നമ്മുടെ മനസ്സ് കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടായ തകർച്ചകളെ ഓർത്ത്, പരാജയങ്ങളെ ഓർത്ത്, വേദനകളെ ഓർത്ത്, നഷ്ടങ്ങളെ ഓർത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രതികൂലമായ സാഹചര്യങ്ങളെ ഓർത്ത്, പ്രശ്നങ്ങളെ ഓർത്ത്, രോഗത്തെ ഓർത്ത് നാം ദുഃഖിച്ച്, നിരാശപ്പെട്ട്, അസ്വസ്ഥപ്പെട്ട് അത് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ പോലും ബന്ധനത്തിലിരിക്കുന്ന വ്യക്തികളായിരിക്കും. പ്രിയമുള്ളവരെ, പ്രാർത്ഥന പോലും നമുക്ക് ബന്ധനമായി മാറും. എന്തുകൊണ്ടാണ്? ഒരു വശത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, മറുവശത്ത് ഞാൻ ഏത് വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് വിഷയം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ വിഷയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥപ്പെടുന്നു. ഞാൻ നിരാശയിലും പരാതിയിലും ആകുലതയിലും ഉത്കണ്ഠയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. അപ്പോൾ നിഷേധാത്മകമായ വികാരം ഒരാത്മാവിലിരിക്കുന്നിടത്തോളം കാലം നാം എത്രമാത്രം ദൈവത്തിൻ്റെ തിരുമുമ്പിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തി അധരങ്ങൾ തുറന്ന് ദൈവത്തിനുമുമ്പിൽ പ്രാർത്ഥിച്ചാലും ഒരിക്കലും ദൈവകൃപ നമ്മിലേക്ക് കടന്നു വരികയില്ല. നാം അങ്ങനെ പ്രാർത്ഥിക്കും തോറും നമ്മുടെ മനസ്സിൽ ഭാരം കൂടിക്കൂടി വരികയുള്ളൂ. നമ്മുടെ ആത്മാവിൽ അസ്വസ്ഥത കൂടിക്കൂടി വരികയുള്ളൂ. എന്നാൽ എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുക? ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരിക. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം അറിയാതെ നിൻ്റെ ജീവിതത്തിലേക്ക് ഒന്നും കടന്നു വന്നിട്ടില്ല.
ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ സത്യത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ മറ്റൊരു കൃപയിലേക്ക് നാം കടന്നു വരും. എല്ലാം ദൈവം അറിയുന്നവനാണെങ്കിൽ, എല്ലാം ദൈവം കാണുന്നവനാണെങ്കിൽ, എല്ലാം ദൈവം മനസ്സിലാക്കുന്നവനാണെങ്കിൽ ഏതു തിന്മയിൽ നിന്ന് പോലും നന്മ കൊണ്ടുവരുവാൻ ശക്തനാണ് എൻ്റെ ദൈവം. ജീവിതത്തിലേത് പ്രശ്നങ്ങളും നന്മയ്ക്കായി മാറ്റുവാൻ ശക്തനാണ് എൻ്റെ ദൈവം. ഈ സത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു കൃപയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഉയർത്തും. ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള കൃപ. ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ രോഗം മാറണമേ, എൻ്റെ വേദന മാറണമേ, എൻ്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരണമേ, എൻ്റെ തകർച്ചകൾ മാറ്റിത്തരണമേ, എൻ്റെ പരാജയങ്ങൾ മാറ്റിത്തരണമേ, എൻ്റെ ദുഃഖങ്ങൾ മാറ്റിത്തരണമേ, എൻ്റെ തകർച്ചകൾ മാറ്റിത്തരണമേ, എൻ്റെ പരാജയങ്ങൾ മാറ്റിത്തരണമേ, എൻ്റെ രോഗപീഠകൾ മാറ്റിത്തരണമേ, 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 മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കും തോറും ആത്മാവിൽ ഭാരം കൂടിക്കൂടി വരും. മനസ്സിൽ അസ്വസ്ഥത നിറഞ്ഞു വരും. അത് കൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പ്രവൃത്തിയായിട്ട് മാറ്റപ്പെടുകയും ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 30-ാം തിരുവചനം, നിന്റെ ശിരസ്സിലെ ഒരു തലമുടി നാരുടെ പോലും പൊഴിയുന്നത് ഞാൻ അറിയുന്നു. നിന്റെ ശിരസ്സിലെ ഒരു തലമുടി നാരുടെ പോലും പൊഴിയുന്നത് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഓരോ വ്യക്തിയുടെ കാര്യത്തിലും ദൈവം ശ്രദ്ധാലുവാണ് എന്ന് ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരികയാണ്. സങ്കീർത്തനം 56-ാം സങ്കീർത്തനം 8-ാം തിരുവചനപ്രകാരം വെളിപ്പെടുത്തി തരികയാണ്. നിൻ്റെ ഓരോ അലച്ചിലുകളും ഞാൻ എണ്ണിയിട്ടുണ്ട്. നിൻ്റെ ഓരോ കണ്ണീർ കണകളും ഞാൻ എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിൻ്റെ ഓരോ അലച്ചിലുകളും ഞാൻ എണ്ണിയിട്ടുണ്ട്. നിൻ്റെ ഓരോ കണ്ണീർ കണങ്ങളും ഞാൻ എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വേദനിച്ചിരിക്കുന്ന, ദുഃഖിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുടെ കാര്യത്തിലും ദൈവം ശ്രദ്ധാലുവാണ് എന്ന് ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് അധ്യായം 5 7-ാം തിരുവചനം, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, നിങ്ങളുടെ വേദനകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, നിങ്ങളുടെ രോഗങ്ങളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, നിങ്ങളുടെ തകർച്ചകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, നിങ്ങളുടെ പരാജയങ്ങളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവമാണ്. പ്രിയമുള്ളവരെ, തിരുവചനത്തിന് മുമ്പിലിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും പേര് ചൊല്ലി ദൈവം പറയുന്നു, മകനെ, മകളെ, ഞാൻ നിൻ്റെ കാര്യത്തിൽ, നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവമാണ്. ദൈവം എന്തിനു വേണ്ടിയാണ് പ്രിയമുള്ളവരെ നമ്മിൽ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത്? ദൈവത്തിൻ്റെ ശ്രദ്ധയെപ്പോഴും നമ്മെ നാശത്തിലേക്ക് നയിക്കുവാനല്ല, നമ്മെ ദുഃഖത്തിലേക്ക് നയിക്കുവാനല്ല, നമ്മെ വേദനയിലേക്ക് നയിക്കുവാനല്ല. ദൈവത്തിൻ്റെ ശ്രദ്ധയെപ്പോഴും നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാനാണ്, നമ്മെ അഭിഷേകത്തിലേക്ക് ഉയർത്തുവാനാണ്, നമ്മെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുവാനാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ
ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. ഏത് തിന്മയിലെന്നെ പോലും ദൈവത്തിന് നന്മ കൊണ്ടുവരുവാൻ സാധിക്കുമെന്നുള്ള ബോധ്യം, ഏത് പ്രശ്നങ്ങളും എൻ്റെ ദൈവം എൻ്റെ ഉപരിനന്മയ്ക്കായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കുന്നവനാണ് എന്നുള്ള ബോധ്യം, ഈ ബോധ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരാത്മാവിന് പ്രദാനം ചെയ്ത് കഴിയുമ്പോൾ ആത്മാവിൽ നിന്ന് പുതിയൊരു പ്രാർത്ഥന ഉയരും, പുതിയൊരു പ്രാർത്ഥന ഉയരും. ആ പ്രാർത്ഥനയാണ് ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. രോഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വേദനയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, പ്രശ്നങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, തകർച്ചകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സഹനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, പീഡനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ദൈവത്തിനു മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് വിമോചനത്തിൻ്റെ പ്രാർത്ഥനയാണ്, ഇത് അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയാണ്, ഇത് അഭിഷേകത്തിൻ്റെ പ്രാർത്ഥനയാണ്, ഇത് സ്വർഗത്തിൽ നിന്ന് കൃപ ഇറങ്ങി വരുന്ന പ്രാർത്ഥനയാണ്, ഇത് സ്വർഗത്തിൽ നിന്ന് അഭിഷേകം ഇറങ്ങി വരുന്ന പ്രാർത്ഥനയാണ്, ഇത് സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന പ്രാർത്ഥനയാണ്, ഇത് വലിയ വിടുതലിൻ്റെ പ്രാർത്ഥനയാണ്, ഇത് വലിയ ആന്തരിക സൗഖ്യം നൽകുന്ന പ്രാർത്ഥനയാണ്, ഇത് വലിയ ദൈവീയ സമാധാനം നൽകുന്ന പ്രാർത്ഥനയാണ്, ഇത് വലിയ ദൈവീയ സന്തോഷം പകരുന്ന പ്രാർത്ഥനയാണ്. ഏത് പ്രാർത്ഥന? ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യത്തെയോർത്ത് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ. എൻ്റെ ദൈവമേ, എൻ്റെ രോഗത്തെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു, എനിക്ക് ഞാൻ നന്ദി പറയുന്നു. ആയിരം സ്തോത്രം കർത്താവേ, ആയിരം നന്ദി കർത്താവേ. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഓർത്ത് നീ സ്തുതിക്കുന്നതിനൊക്കെ ഞാൻ നന്ദി പറയും. എൻ്റെ ജീവിതത്തിലെ സഹനത്തെ ഓർത്ത് നീ സ്തുതിക്കുന്നതിനൊക്കെ നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ആ നിമിഷം തന്നെ നമ്മുടെ പരാതികളെല്ലാം വിട്ടുപോകും, നമ്മുടെ ഉള്ളിലെ അസ്വസ്ഥതകളെല്ലാം വിട്ടുപോകും. ആത്മാവ് ദൈവീയ സമാധാനത്തിലേക്ക് പ്രവേശിക്കും, ആത്മാവ് ദൈവീയ സന്തോഷത്തിലേക്ക് കടന്നു വരും. ഈ ഉന്നതമായ കൃപയിലേക്ക് കടന്നു വന്നുകൊണ്ട് ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കൃപയിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മോശയുടെ ഒരു സംഭവത്തിലൂടെ അനേകം കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുക. ഒരു ഇടയ ചെറുക്കനായ മോശ പതിവുപോലെ ആടുകളെ മേയ്ക്കുവാനായിട്ട് പോകുന്ന സംഭവമാണ്. അങ്ങനെ ആടുകളെ മേയിച്ചുകൊണ്ട് മോശ പോകുമ്പോൾ പതിവിന് വിരുദ്ധമായി ഒരു മുൾപടർപ്പിനുള്ളിൽ നിന്ന് വലിയ തീനാളം കത്തി ഉയർന്നു വരുന്നു. ഈ തീനാളം കത്തി ഉയർന്നു വരുന്നത് കണ്ട മോശ പേടിച്ച് ഭയപ്പെട്ട് മാറി നിൽക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? ഈ തീനാളം തൻ്റെ ആയുസ്സിനെ തൻ്റെ മരണത്തിലേക്ക് നയിക്കുമോ എന്ന് ചിന്തിച്ച് പേടിച്ച് ഭയപ്പെട്ട് മാറി നിൽക്കുന്ന മോശ. പ്രിയമുള്ളവരെ, മോശ ഭയത്തോടെ നോക്കി. എന്നാൽ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഭയപ്പെടുത്തിയ, തന്നെ പേടിപ്പിച്ച തീനാളത്തിൻ്റെ മധ്യത്തിലൂടെ ദൈവം മോശയോട് സംസാരിക്കുന്നതായിട്ട് മോശയ്ക്ക് അനുഭവിക്കുവാനും കണ്ടെത്തുവാനും സാധിച്ചു. പ്രിയമുള്ളവരെ, തന്നെ ഭയപ്പെടുത്തിയ തീനാളം ദൈവസ്വരം ശ്രവിക്കുന്ന വേദിയായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തീജാലകളിലേക്ക് നോക്കൂ. ഭയമാണോ ഇന്ന്? ദുഃഖമാണോ ഇന്ന്? അസ്വസ്ഥതയാണോ ഇന്ന്? നിരാശയാണോ ഇന്ന്? ഒന്നുകൂടി പ്രാർത്ഥിച്ചു നോക്കൂ, ഒന്നുകൂടി പ്രാർത്ഥിച്ചു നോക്കൂ. ഇതാ ദൈവം നിന്നോട് സംസാരിക്കുന്ന വേദിയായിട്ടത് മാറുന്നു. ജീവിതത്തിലെ ഓരോ തകർച്ചകളും, ജീവിതത്തിലെ ഓരോ പരാജയങ്ങളും, ജീവിതത്തിലെ ഓരോ വേദനകളും, ജീവിതത്തിലെ ഓരോ ദുഃഖങ്ങളും ദൈവം നിന്നോട് സംസാരിക്കുന്ന വേദിയാണ്. പ്രിയമുള്ളവരെ,
ഇവിടെ മുതലാണ് ദൈവാനുഭവത്തിൻ്റെ ആരംഭം. ഒരുപക്ഷെ ചിലർ പറഞ്ഞേക്കാം, ഈ രോഗം, ഈ തകർച്ച, ഈ പരാജയം നിന്റെ നാശത്തിനാണ്, നിന്റെ കഷ്ടകാലത്തിനാണ്. നിന്റെ ബുദ്ധി തന്നെ, നമ്മുടെ ബുദ്ധി തന്നെ നമ്മോട് പറഞ്ഞിരിക്കാം, ഈ തകർച്ച നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകും, ഈ വീഴ്ച നിന്നെ പരാജയത്തിലേക്ക് കൊണ്ടുപോകും, ഈ രോഗം നിന്നെ മരണത്തിലേക്ക് നയിക്കും. മറ്റുള്ളവർ പറഞ്ഞേക്കാം നമ്മോട്, നമ്മുടെ ബുദ്ധി തന്നെ നമ്മോട് പറഞ്ഞേക്കാം. എന്നാൽ പ്രിയമുള്ളവരെ മനസ്സിലാക്കൂ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ വലിയ വേദിയായിട്ട് മാറുവാനായിട്ട് പോവുകയാണ്. വലിയ ദൈവാനുഭവത്തിൻ്റെ വേദിയാക്കി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യത്തെ മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നീ അനുഭവിക്കുന്ന തകർച്ച ചെയ്ത ദൈവാനുഗ്രഹത്തിന് വേദിയാക്കി പരിശുദ്ധാത്മാവ് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നീ അനുഭവിക്കുന്ന രോഗമിതാ വലിയ ദൈവാനുഭവത്തിന് നിമിഷങ്ങളാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നീ അനുഭവിക്കുന്ന വേദനകളിതാ, നീ അനുഭവിക്കുന്ന പ്രയാസങ്ങളിതാ, പ്രശ്നങ്ങളിതാ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ മേഖലകളാക്കി, വേദികളാക്കി പരിശുദ്ധാത്മാവ് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളിലേക്ക് നോക്കി നശിക്കാതെ, നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളിലേക്ക് നോക്കി അസ്വസ്ഥപ്പെടാതെ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും പ്രതികൂലമായ സാഹചര്യങ്ങളിലേക്ക് നോക്കി നിരാശപ്പെടാതെ, ഉത്കണ്ഠപ്പെടാതെ, മോശ തീജ്വാലകളുടെ മധ്യത്തിൽ ദൈവത്തെ കണ്ടതുപോലെ ഇതാ നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവം നിൽക്കുന്നു. ഇതാ നിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, വേദനകളുടെ മധ്യത്തിൽ, പ്രതികൂലമായ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദൈവം നിൽക്കുന്നു. അവയെ ദൈവാനുഭവത്തിൻ്റെ വേദികളാക്കി മാറ്റുക. പ്രിയമുള്ളവരെ, മോശയെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊരു സംഭവമാണ്. ഈ മുൾപ്പടർപ്പിനുള്ളിൽ നിന്ന് തീനാളം കത്തി ഉയർന്ന് പൊങ്ങുന്നുണ്ടെങ്കിലും ഇതാ ഈ മുൾപ്പടർപ്പ് ലേശം പോലും തീയുടെ ഗന്ധവും പോലും ഏൽക്കാതെ പഴയപടി പച്ചയായിട്ട് തന്നെ നിൽക്കുന്നു. എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സംഭവത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരിക? നിന്റെ തകർച്ച മൂലം, നിന്റെ പരാജയം, നിന്റെ വേദന, നിന്റെ ദുഃഖം, നിന്റെ രോഗം, നിന്റെ മനക്ലേശം, നിന്റെ സഹനം, നീ അനുഭവിക്കുന്ന പ്രതികൂലമായ സാഹചര്യങ്ങൾ, അതുമൂലം ഒരിക്കലും നീ നശിക്കുവാൻ പോകുന്നില്ല. ഒരിക്കലും അത് നിന്നെ തകർത്ത് കളയുകയല്ല. മറിച്ച് അവയുടെ മേൽ ദൈവത്തിൻ്റെ സംരക്ഷണം കടന്നു വരും. അവയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ, അവയോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അവയുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രൊട്ടക്ഷൻ, അത്ഭുതകരമായ സംരക്ഷണം കടന്നു വരുന്നുവെന്ന് ഈ സംഭവത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 43-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ, നീ തീയിലൂടെ കടന്നുപോയാലും ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല, നീ വെള്ളത്തിലൂടെ കടന്നുപോയാലും നീ മുങ്ങിത്താഴുകയില്ല എന്ന് പറഞ്ഞാൽ, ഏത് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാലും, ഏത് പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും, ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും അവയോർത്ത് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവയുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സംരക്ഷണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നുവെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനം, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യത്തെയോർത്ത് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരാത്മാവിന് കൊടുക്കുന്ന അത്ഭുതകരമായ സംരക്ഷണത്തെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം
10-ാം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരിക. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട മകനെ മകളെ, ഞാൻ നിൻ്റെ ഒപ്പമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാനാണ് നിൻ്റെ ദൈവം. തകർച്ചയുടെ മധ്യത്തിൽ ഇരിക്കുന്ന ആത്മാവിനോട്, വേദനയിലൂടെ കടന്നു പോകുന്ന ആത്മാവിനോട്, രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന ആത്മാവിനോട്, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആത്മാവിനോട്, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആത്മാവിനോട്, പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആത്മാവിനോട് ദൈവം പറയുന്നു, മകനെ മകളെ, ഞാനാണ് നിന്റെ ദൈവം. ഞാനാണ് നിന്റെ ദൈവം. ഞാൻ സർവശക്തനായ ദൈവമല്ലേ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം തിരുവചനം. ഞാൻ സകല മനുഷ്യരുടെയും ദൈവമല്ലേ. എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? മനുഷ്യനാൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവം ഞാനാണ്. നിന്റെ പ്രശ്നങ്ങൾ ഏതുമായിക്കോട്ടെ, നിന്റെ പ്രതിസന്ധികൾ ഏതുമായിക്കോട്ടെ, നിന്റെ രോഗപീഠകൾ ഏതുമായിക്കോട്ടെ, മരണകരമായ മാരകമായ ഡോക്ടർമാർ ഉപേക്ഷിക്കപ്പെട്ട, വൈദ്യശാസ്ത്രം ഉപേക്ഷിക്കപ്പെട്ട, ലോകം ഉപേക്ഷിക്കപ്പെട്ട മാരകമായ രോഗപീഠകളുമായിക്കോട്ടെ, ഏത് പ്രതിസന്ധിയുമായിക്കോട്ടെ, പ്രിയമുള്ളവരെ, ദൈവം പറയുന്നു, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്റെ കൂടെ വരുമ്പോൾ, ഞാൻ നിന്റെ ദൈവമായി മാറുമ്പോൾ, നിന്റെ പ്രശ്നങ്ങളെല്ലാം ഉപരിതന്മയ്ക്കായിട്ട് മാറ്റുവാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് വചനം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 23 വർഷത്തെ നവീകരണ ശുശ്രൂഷയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് വചനം പങ്കുവയ്ക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, അനേകം വ്യക്തികൾ വലിയ അനുഗ്രഹത്തിലേക്കും വലിയ അഭിഷേകത്തിലേക്കും വലിയ വിടുതലിലേക്കും വലിയ സൗഖ്യാനുഭവത്തിലേക്കും ഒക്കെ പ്രവേശിക്കുവാനായിട്ട് ഇടയായിത്തീർന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യത്തെ ഓർത്ത്, പ്രശ്നങ്ങളെ ഓർത്ത്, പ്രതിസന്ധികളെ ഓർത്ത് അവർ ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച നിമിഷങ്ങളിലായിരുന്നുവെന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുവരെയും രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ, വേദനകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ, എല്ലാറ്റിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നുള്ള ആത്മീയ ജ്ഞാനത്തിലേക്ക് ഒരാത്മാവിനെ പരിശുദ്ധാത്മാവ് നയിച്ചപ്പോൾ ആ വ്യക്തി തങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യത്തെ ഓർത്ത്, പ്രശ്നങ്ങളെ ഓർത്ത്, പ്രതിസന്ധികളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അതുവരെയും തടയപ്പെട്ടിരുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം വലിയ അഭിഷേകമായി, വലിയ അനുഗ്രഹമായി, വലിയ സൗഖ്യമായി, വലിയ കൃപയായി, വലിയ വിടുതലായി അവരുടെ ഉള്ളിൽ വന്ന് നിറയുകയും അവരിതാ സൗഖ്യാനുഭവത്തിലേക്ക്, അഭിഷേകത്തിൻ്റെ കൃപയിലേക്ക്, അനുഗ്രഹത്തിൻ്റെ നിറവിലേക്ക്, കൃപയുടെ ആഴങ്ങളിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നന്ദിയും സ്തുതിയും അർപ്പിച്ച് പ്രാർത്ഥിച്ച വ്യക്തികളെ മാറ്റുന്ന അനുഭവങ്ങൾ, 10,000-കണക്കിന് വ്യക്തികളുടെ അനുഭവങ്ങൾ കണ്ടുമുട്ടുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കും പ്രാർത്ഥിക്കാം ഈ സമയം. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഓർത്ത് നിരാശപ്പെടാതെ, പ്രതിസന്ധികളെ ഓർത്ത് പരാതി പറയാതെ, പ്രശ്നങ്ങളെ ഓർത്ത് അസ്വസ്ഥപ്പെടാതെ, അവയെ ദൈവാനുഭവത്തിൻ്റെ വേദികളാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് അവയെ സമർപ്പിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ നിന്ന് ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അവയോർത്ത് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന, നിന്റെ തിരുമുമ്പിലിരിക്കുന്ന എല്ലാ വ്യക്തികളും നിന്റെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. ഈശോയെ, അനേകം പ്രശ്നങ്ങളിലൂടെയും വേദനകളിലൂടെയും നീറുന്ന മനസ്സിൻ്റെ ഉടമകളായി നിന്റെ തിരുമുമ്പിലിരിക്കുന്ന എല്ലാ വ്യക്തികളെയും തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. ഇവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, ഇവരുടെ ജീവിതത്തിലെ തകർച്ചകൾ, പരാജയങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, സഹനങ്ങൾ, രോഗങ്ങൾ,
മനോപീഡകളെല്ലാം നിന്റെ തിരുമുമ്പിലേക്ക് കൊണ്ടുവരുന്നു. കർത്താവേ, ഇവയെല്ലാം നിനക്ക് നന്മയാക്കി മാറ്റുവാൻ ശക്തനായ ദൈവമാണ്. നിനക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏത് തിന്മയിൽ നിന്ന് പോലും നിനക്ക് നന്മ കൊണ്ടുവരുവാൻ സാധിക്കും. ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും നിനക്ക് നന്മയാക്കി മാറ്റുവാൻ സാധിക്കും. ഏത് കുടുക്കിലാണ് ഞങ്ങൾ കിടക്കുന്നതെങ്കിലും ആ കുരുക്കും കുടുക്കും അഴിക്കുവാൻ ശക്തനാണ് അങ്ങ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ തീജാലകളിലേക്ക് നോക്കാതെ, വേദനകളിലേക്ക് നോക്കാതെ, ദുഃഖങ്ങളിലേക്ക് നോക്കാതെ, രോഗങ്ങളിലേക്ക് നോക്കാതെ, പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ നമ്മുടെ ഹൃദയം ഇപ്പോൾ തന്നെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. നമ്മുടെ ഹൃദയം, നമ്മുടെ പ്രാർത്ഥന ദൈവത്തെങ്കിലേക്ക് നമുക്ക് ഉയർത്താം. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും ദൈവത്തിനു മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ നിമിഷം ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഏത് പ്രശ്നമാണോ, ഏത് പ്രതിസന്ധിയാണോ, അവയോർത്ത് ഇപ്പോൾ തന്നെ ദൈവത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യത്തെ ഓർത്ത് ഈ സമയം ദൈവത്തെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവേ, രോഗങ്ങളെ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവേ, തകർച്ചകളെ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവേ, പരാജയങ്ങളെയും വേദനകളെയും സഹനങ്ങളെയും ദുഃഖങ്ങളെയും ഓർത്ത് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ആത്മാവിൽ നിന്നും ദുഃഖങ്ങൾ വിട്ടുപോകട്ടെ, അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ, നിരാശകൾ വിട്ടുപോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വേദനകളും ദുഃഖങ്ങളും രോഗപീഠകളും എല്ലാം ഇപ്പോൾ തന്നെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ നന്ദി, പിതാവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി. പിതാവേ സ്തോത്രം, പിതാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളത്തിൻമീതെ പരിവർത്തിച്ച ദൈവത്തിൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വെള്ളത്തിൻമീതെ പരിവർത്തിച്ച ദൈവത്തിൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ.